ഹായ് ഫ്രണ്ട്സ്, ക്ലാസ് റൂം പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സിയുടെ ആനുകാലികവുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ചുഴലിക്കാറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ. 2023 വീശിയടിച്ച ചുഴലിക്കാറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി മോക്ക ചുഴലിക്കാറ്റ്. മോക്ക ചുഴലിക്കാറ്റ് മെയ് മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോക്ക ചുഴലിക്കാറ്റ്. മോക്ക ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയത് യമനാണ്. യമനിലെ ചെങ്കടൽ തുറമുഖം നഗരമായ മോക്കയുടെ പേരാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മോക്ക ചുഴലിക്കാറ്റ് മെയ് മാസത്തിലാണ് വീശിയടിച്ചത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടു. അപ്പോൾ മ്യാൻമാറിൽ ഈ മോക്കയിൽ അകപ്പെട്ടവരെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ. അപ്പോൾ മ്യാൻമാറിൽ മോക്ക ചുഴലിക്കാറ്റിൽ അകപ്പെട്ടവരെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ കരുണ. ഈ മോക്ക ചുഴലിക്കാറ്റ് ബാധിച്ചത് ബംഗ്ലാദേശ്, മ്യാൻമാർ രാജ്യങ്ങളെയാണ്. ബംഗ്ലാദേശ്, മ്യാൻമാർ രാജ്യങ്ങളെയാണ് മോക്ക ചുഴലിക്കാറ്റ് ബാധിച്ചത്. മോക്കയ്ക്ക് പേര് കൊടുത്തത് യമനാണ്. ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടത്. മെയ് മാസത്തിലാണ് മോക്ക ചുഴലിക്കാറ്റ് വീശിയടിച്ചത്. അടുത്ത ചുഴലിക്കാറ്റാണ് ബിപർജോയ്. 2023 ജൂൺ മാസത്തിലാണ് വീശിയടിച്ചത്. ഇത് അറബിക്കടലിലാണ് രൂപം കൊണ്ടത്. അപ്പോൾ മോക്ക ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടു. ബിപർജോയ് ആണെങ്കിൽ അറബിക്കടലിലാണ് രൂപം കൊണ്ടത്. ബിപർജോയ് ജൂണിൽ വീശിയടിച്ച കാറ്റാണ്. അറബിക്കടലിൽ രൂപം കൊണ്ട് ആ ബിപർജോയ്ക്ക് ആ പേര് നൽകിയത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശാണ് ബിപർജോയ് എന്ന പേര് നൽകിയത്. ഈ ബിപർജോയിയുടെ അർത്ഥം, ബംഗ്ലാദേശിൽ ബിപർജോയ് എന്നാൽ ദുരന്തം എന്നാണ് അർത്ഥം. ദുരന്തം. അപ്പൊ ഈ ബിപർജോയ് ബാധിച്ചത് ഇന്ത്യയിലെ ഗുജറാത്തിലാണ്. ബിപർജോയ് ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ഗുജറാത്തിലാണ് ബിപർജോയ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. അടുത്ത ചുഴലിക്കാറ്റാണ് തേജ്. തേജ് ചുഴലിക്കാറ്റ്. ഇതും അറബിക്കടലിലാണ് രൂപം കൊണ്ടത്. ഇത് ഒക്ടോബർ മാസത്തിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ്. ഒക്ടോബർ മാസത്തിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ് ചുഴലിക്കാറ്റ്. തേജ് എന്ന പേര് നൽകിയത് ഇന്ത്യയാണ്. ഇന്ത്യയാണ് തേജ് എന്ന പേര് നൽകിയത്. തേജ് എന്ന വാക്കിന്റെ അർത്ഥം വേഗതയുള്ളത് എന്നാണ്. വേഗതയുള്ളത്. അപ്പോൾ തേജ് ചുഴലിക്കാറ്റ് ബാധിച്ച രാജ്യം ഏതെന്ന് വെച്ചാൽ അത് യമനാണ്. അപ്പൊ തേജ് ചുഴലിക്കാറ്റ് അറബിക്കടലിൽ രൂപം കൊണ്ടു. ഒക്ടോബർ മാസത്തിലാണ് ഇത് വീശിയടിച്ചത്. പേര് നൽകിയത് ഇന്ത്യ. തേജിന്റെ അർത്ഥം വേഗതയുള്ളതെന്നാണ്. തേജ് ഏറ്റവും കൂടുതൽ ദുരന്തം വിതച്ചത് യമനിലാണ്. യമൻ. അടുത്ത ചുഴലിക്കാറ്റാണ് ഹമൂൺ ചുഴലിക്കാറ്റ്. ഹമൂൺ ഇതും ഒക്ടോബർ മാസത്തിൽ തന്നെയാണ് രൂപം കൊണ്ടതെങ്കിലും ഇത് ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടത്. ഹമൂണും ഒക്ടോബർ മാസത്തിലാണ് രൂപം കൊണ്ടതെങ്കിലും അത് ബംഗാൾ ഉൾക്കടലിലാണ്. തേജ് ആണെങ്കിലോ അത് ഒക്ടോബർ മാസത്തിൽ തന്നെ, പക്ഷെ അത് അറബിക്കടലിലാണ്. അപ്പോൾ ഒക്ടോബർ മാസത്തിൽ വീശിയടിച്ച ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഈ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഇറാനാണ്. അപ്പൊ ഹമൂൺ എന്ന് പേര് നൽകിയത് ഇറാനാണ്. ചതുപ്പ് നിലം എന്നാണ് ഈ ഹമൂണിന്റെ അർത്ഥം. അപ്പൊ ഇറാനില് ചതുപ്പ് നിലം എന്നാണ് ഹമൂണിന്റെ അർത്ഥം. ഈ ഹമൂൺ ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ച രാജ്യം അത് ബംഗ്ലാദേശാണ്. അപ്പം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടു. ഒക്ടോബർ മാസത്തിലാണ് രൂപം കൊണ്ടത്. പേര് നൽകിയത് ഇറാനാണ്. ചതുപ്പ് നിലം എന്നാണ് ഇതിന്റെ അർത്ഥം. ഹമൂണിന്റെ അർത്ഥം ചതുപ്പ് നിലം എന്നാണ്. ബാധിച്ച രാജ്യം ബംഗ്ലാദേശ്. അടുത്ത ചുഴലിക്കാറ്റാണ് മിഥിലി. മിഥിലി ചുഴലിക്കാറ്റ്. ഇത് നവംബർ മാസത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ്. മിഥിലി നവംബർ മാസത്തിൽ ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടത്. അപ്പോൾ മിഥിലി നവംബർ മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടു. ഈ മിഥിലി എന്ന പേര് നൽകിയത് മാലിദ്വീപാണ്. അപ്പം മിഥിലി, മാലിദ്വീപ്. മിഥിലി എന്ന് പേര് നൽകിയത് മാലിദ്വീപാണ്. മിഥിലി എന്ന വാക്കിനർത്ഥം വലിയ മരം എന്നാണ്. മിഥിലി എന്നാൽ വലിയ മരം. പേര് നൽകിയത് മാലിദ്വീപാണ്. അപ്പം ഈ മിഥിലി എന്ന ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ടാണ് മിഥിലി ഏറ്റവും കൂടുതൽ നാശനഷ്ടം വിതച്ചത്. അപ്പൊ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ബംഗ്ലാദേശിലുമാണ് മിഥിലി ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. നവംബറിലാണ് ഇത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടത്. അടുത്ത ചുഴലിക്കാറ്റാണ് മിഷോങ്. മിഷോങ് ചുഴലിക്കാറ്റ്. ഇത് ഡിസംബർ മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഷോങ് ചുഴലിക്കാറ്റ്. ഡിസംബർ മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടു. മിഷോങ് എന്ന് ഇതിന് പേര് നൽകിയത് മ്യാൻമാർ ആണ്. മ്യാൻമാർ ആണ് മിഷോങ് എന്ന് പേര് നൽകിയത്. മിഷോങ് എന്ന വാക്കിനർത്ഥം ശക്തി, സഹിഷ്ണുത എന്നാണ്. ശക്തി, സഹിഷ്ണുത എന്നൊക്കെയാണ് മിഷോങ് എന്ന വാക്കിനർത്ഥം.
മിഷോങ് ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളെയാണ്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശിനെയാണ് ഏറ്റവും കൂടുതൽ മിഷോങ് ചുഴലിക്കാറ്റ് ബാധിച്ചത്. അപ്പോൾ 2023 മാത്രം 6ഓളം ചുഴലിക്കാറ്റുകൾ വീശി. അതിൽ 2 ബിബർജോയിയും തേജും അറബിക്കടലിൽ രൂപം കൊണ്ടു. മോക്ക, ഹമൂൺ, മിഥിലി, മിഷോങ് ഇവയെല്ലാം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റുകളാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ നിന്നും 1 മാർക്ക് തീർച്ചയായിട്ടും ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എഴുതി വെച്ച് പഠിക്കുക. താങ്ക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.